അത്തം തുടങ്ങിയത് മുതൽ രാവിലെ കുളിയും ജപവും ഒക്കെ കഴിഞ്ഞിട്ട് പൂക്കൾ പറിക്കാൻ പോവാറാണ് ഇപ്പം പതിവ്. അപ്പോൾ ഇത് ഇന്നലെ ചിത്തിര നാളിൽ പൂ പറിച്ചതാണ്. ഈ പൂവിനെ ഞങ്ങൾ പഗോഡ എന്നാണ് പറയാറ്. ചിലയിടത്ത് കൃഷ്ണമുടി എന്നും ഹനുമാൻ കിരീടം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചിത്തിര നാളിലെ എൻ്റെ പൂക്കളാണ് ഇത്. അങ്ങനെ പൂവൊക്കെ ഇട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയ ഗ്രൈൻഡറിൽ അരി അരക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഉരുളക്കിഴങ്ങ് മസാലക്കറിക്ക് വേണ്ടി മസാലയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങും ആ മസാലയിലിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഗ്രൈൻഡറിൽ അരി അരഞ്ഞോ എന്ന് നോക്കാമല്ലേ. അപ്പോൾ ഇതാ അരിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കല്ലിലേക്ക് പരത്തിയെടുക്കാം. ഈ ഒരു പത്തൽ കല്ലിൽ 2 എണ്ണയും 3 എണ്ണയും ഞാൻ ചുട്ടെടുക്കാറുണ്ട്. ചെറിയ ചെറിയ പത്തരിയായിട്ടാണ് ചുട്ടെടുക്കാറ്. എനിക്ക് ആ ചെറിയ പത്തരിയാണ് ഇഷ്ടം. അപ്പോൾ നന്നായി വെന്തും കിട്ടും, നന്നായി മുരിഞ്ഞും കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു വറവിടണം. ഈ തേങ്ങ കൊത്തിട്ട് വറവിട്ട് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ കറി ചിക്കൻ കറിയാണെന്നേ പറയുള്ളൂ. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ കറിയും റെഡിയായി, പത്തലും ഇതാ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ പത്തലും ചുട്ടെടുത്ത് ഇനി ചായ കുടിക്കാറുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാലക്കറിയും പത്തലുമാണ് ചായയുടെ വിഭവം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.